Good morning, students. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് ഇവാലുവേറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്നുള്ളതിന്റെ 1 - cos t / t എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ക്വസ്റ്റ്യന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. s * e⁻² - 2s + π * e⁻² - s² + π² കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. We have to find out. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ L inverse s into e raised to -2s plus pi into e raised to -s divided by s square plus pi square. ഇവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കണം. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? If Laplace transform of f of t is equal to f bar, then Laplace transform of f of t minus a u of t minus a is equal to e raised to minus as f bar. e raised to minus as f bar ആണ്. Laplace transform f of t എന്നുള്ള f bar ആണെങ്കിൽ Laplace transform f of t minus a u of t minus a is equal to e raised to minus as f bar. ഇവിടെ നമുക്ക് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇൻവേഴ്സ് ആവുമ്പോൾ എല്ലാ f of t ക്ക് f bar ആണെങ്കിൽ also we can write L inverse f bar is equal to f of t ആണെങ്കിൽ then L inverse e raised to minus as f bar is equal to എന്താണ് f of t minus a u of t minus. അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് റിസൾട്ട് ആണ് എടുക്കുന്നത്. L inverse f bar is equal to f of t ആണെങ്കിൽ L inverse e raised to minus as f bar എന്ന് പറഞ്ഞാൽ എന്താണ്? f of t minus a into u of t minus a. ഇത് നമുക്ക് ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാം. This is equal to L inverse ഇവിടെ s into e raised to minus 2s by s square plus pi square ആയിട്ട്. രണ്ടാമത്തെ എന്താണ്? L inverse പൈ നമ്മൾ പുറത്തെടുത്തു, e raised to minus s by s square plus pi square. രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇതിനെ മാറ്റിയെടുത്തു. ഇത് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഇനി ആദ്യത്തെ കേസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? s into e raised to minus 2s by s square plus pi square. ഇത് ചെയ്യുമ്പോൾ ഇവിടെ L inverse s into e raised to minus 2s by s square plus pi square ഫസ്റ്റ് ചെയ്യാം. ഇവിടെ f bar x എന്ന് പറയുന്നത് എന്താണ്? f bar x എന്ന് പറയുന്നത് s by s square plus pi square. അപ്പോ L inverse f bar x എന്ന് പറയുന്നത് എന്തായിരിക്കും? cos pi t ആയിരിക്കും. cos pi t നമ്മൾ വിളിക്കുന്നത് പേര് എന്താണ്? f of t എന്ന് വിളിക്കാം. cos pi t that is equal to f of t. ഇനി ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പൊ നമുക്ക് L inverse f bar ഇതിനെ നമുക്ക് f of t നമുക്ക് കിട്ടി, a നമുക്ക് കിട്ടി. therefore നമുക്ക് അതിന്റെ റിസൾട്ട് എഴുതാം. റിസൾട്ട് എന്തായിരിക്കും? therefore L inverse s into e raised to minus 2s divided by s square plus pi square is equal to എന്താണ്? f of t minus a into u of t minus a. f of t എന്താണ്? cos pi t ആണ്. അപ്പൊ cos pi into t minus ഇവിടെ എന്താണ്? 2. a എന്ന് പറഞ്ഞാൽ 2. cos pi into t minus 2 into u of t minus 2. u of t minus 2. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നാമത്തെ ആൻസർ കിട്ടി, cos pi into t minus 2 into u of t minus 2. ഇനി നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ ആൻസർ കണ്ടുപിടിക്കാം. സെക്കൻഡിന്റെ ആൻസർ കണ്ടുപിടിക്കാം. സെക്കൻഡിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ L inverse e raised to minus s by s square plus pi square ആണ്. ഇവിടെ g bar s എന്ന് പറഞ്ഞാൽ എന്താണ്? g bar s എന്ന് പറഞ്ഞാൽ 1 by s square plus pi square ആണ്. അപ്പൊ L inverse g bar s എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 by pi sin pi t എന്ന് പറഞ്ഞാൽ എന്താണ്? g of t. therefore L inverse ഇവിടെ ഒരു പൈ ഉണ്ട്, പൈ ഇൻറ്റു L inverse e raised to minus s by s square plus pi square എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ g of t എന്നുള്ളത് 1 by pi into sin pi t, pi into 1 by pi sin
പൈ ഇൻറ്റു ടി മൈനസ് എ എത്രയാണ്? എ ഇസ് ഈക്വൽ ടു 1. എസിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. പൈ ഇൻറ്റു ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ്. അപ്പൊ ഈ പൈയും കട്ട് ചെയ്തോ. അപ്പൊ നമുക്ക് രണ്ടിന്റെ ആൻസർ കിട്ടി. ഒന്നാമത്തെ ആൻസർ, രണ്ടാമത്തെ ആൻസർ കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ ആൻസർ എന്തായിരുന്നു? കോസ് പൈ ഇൻറ്റു ടി മൈനസ് 2 യു ഓഫ് ടി മൈനസ് 2 പ്ലസ് പൈ ഇൻറ്റു എന്നുള്ള ഇവിടെ നമ്മൾ പൈ ഉൾപ്പെടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പൈ വേണ്ട. ഇനി സൈൻ പൈ ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇതാണ് ഇതിന്റെ ആൻസർ. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ കോസ് പൈ ടി മൈനസ് 2π എഴുതാം. ഈ പൈ ഉള്ളിലേക്ക് എടുത്തപ്പോ പൈ ടി മൈനസ് 2π ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് സൈൻ പൈ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ്. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണത്. That is equal to ഇവിടെ cos a minus b. cos a minus b യുടെ എക്സ്പാൻഷൻ എന്താണ്? cos a cos പൈ ടി cos 2π പ്ലസ് sin പൈ ടി sin 2π into u of t minus 2 പ്ലസ് ഇവിടെ sin a minus b യുടെ എക്സ്പാൻഷൻ എന്താണ്? sin പൈ ടി cos π മൈനസ് cos പൈ ടി sin into u of t minus 1. ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, അതും കുഴപ്പമില്ല. നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ cos പൈ ടിയുടെ ആൻസർ cos പൈ ടി ഇവിടെ എഴുതുന്നു. cos 2π എത്രയാണ്? 1 ആണ്. sin പൈ ടി sin 2π യുടെ ആൻസർ എത്രയാണ്? രണ്ടാമത്തെ ടൈം 0 ആയിപ്പോ into u of t minus 1 പ്ലസ് ഇവിടെ sin പൈ ടി into cos പൈ എത്രയാണ്? -1. രണ്ടാമത്തെ കേസിൽ 0 ആയിരുന്നു. into u of t minus 1. That is equal to cos പൈ ടി into u of t minus 2 plus minus അല്ലെ minus sin പൈ ടി minus sin പൈ ടി u of t minus. അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? cos പൈ ടി into u of t minus 2 മൈനസ് sin പൈ ടി into u of t minus 1 സിംപ്ലിഫൈ ചെയ്ത് അവസാന ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് ഏതാണ്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? ഇഫ് L of f of t is equal to FRS ആണെങ്കിൽ, L of f of t equal to FRS ആണെങ്കിൽ L of f of t minus a u of t minus a is equal to e raised to minus as FRS. അതാണ് റിസൾട്ട്. ഇവിടെ നമ്മൾ അതിന്റെ ഇൻവേഴ്സ് ആണ് എടുക്കുന്നത്. ഇൻവേഴ്സ് നമുക്ക് ഇവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആകുമ്പോൾ എല്ലാ f of t equal to FRS ആണെങ്കിൽ L inverse FRS equal to f of t ആണെങ്കിൽ L inverse e raised to minus as FRS is equal to എന്താണ്? f of t minus a into u of t minus a. ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ട് ആദ്യത്തെ കേസിൽ നമുക്ക് f of t നമുക്ക് എന്താ കിട്ടിയത്? cos പൈ ടി ആണ്. രണ്ടാമത്തെ കേസിൽ f of t എന്താണ് കിട്ടിയത്? g of t എന്താ കിട്ടിയത്? sin പൈ ടി കിട്ടിയത്. ആദ്യത്തെ കേസിൽ a എത്രയാണ് കിട്ടിയത്? 2 ആണ് കിട്ടിയത്. രണ്ടാമത്തെ കേസിൽ a എത്രയാണ് കിട്ടിയത്? 1 ആണ് കിട്ടിയത്. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടും. അതിനുശേഷം നമുക്ക് അവസാനം അതിനെ നമുക്ക് cos a minus b sin a minus b ഒക്കെ വെച്ചിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരും. അതായത് cos പൈ ടി into u of t minus 2 minus sin പൈ ടി into u of t minus 1. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണ്? if L of f of t equal to FRS ആണെങ്കിൽ L of f of t minus a u of t minus a is equal to e raised to minus as FRS. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.